ഹലോ, പരന്നതും വളഞ്ഞതുമായ പ്രതലത്തിൻ്റെ നീല നിറം അഥവാ ബ്ലൂ മാത്ത് പരിശോധിക്കുന്ന സെഷനിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പരന്നതും വളഞ്ഞതുമായ പ്രതലത്തിൻ്റെ നീല നിറം അഥവാ ബ്ലൂ മാത്ത് പരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇനി നമുക്ക് ഈ സെഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. പ്രഷ്യൻ നീലയും അതിൻ്റെ ഉപയോഗങ്ങളും തിരിച്ചറിയുക. ഫ്ലാറ്റ് പ്രതലത്തിലെ നീല നിറം അഥവാ ബ്ലൂ മാത്ത് പരിശോധിക്കുക. കേർവ്ഡ് പ്രതലത്തിലെ നീല നിറം അല്ലെങ്കിൽ ബ്ലൂ മാത്ത് പരിശോധിക്കുക. ചണ എണ്ണ പോലെയുള്ള എണ്ണമയമുള്ള പദാർത്ഥവുമായി പ്രഷ്യൻ നീല കലർത്തിയാണ് എഞ്ചിനീയേഴ്സ് ബ്ലൂ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് ഉണങ്ങുന്ന കറ ഉപയോഗിച്ചാണ് ലോഹ ജോബുകളിൽ അടയാളപ്പെടുത്തൽ പ്രവർത്തനം നടത്തുന്നത്. മാർക്കിംഗ് ഔട്ട് ബ്ലൂ, സ്ക്രേപ്പിംഗ് ബ്ലൂ എന്നിവയെ ഇങ്ങനെ പരാമർശിക്കാം. ഒരു മോൾഡിൻ്റെ കോൺകേവും കോൺവെക്സും അവസാന അസംബ്ലിയിൽ പൊരുത്തപ്പെടുമ്പോഴാണ് ഉപകരണ നിർമ്മാതാക്കൾ പ്രഷ്യൻ നീല വ്യാപകമായി ഉപയോഗിക്കുന്നത്. രണ്ട് ഘടകങ്ങളെ കൂടിച്ചേരാൻ സഹായിക്കുന്ന കടുത്ത പിഗ്മെൻ്റ് കുഴമ്പിനെ ബ്ലൂ മാച്ചിങ് എന്ന് അറിയപ്പെടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ബ്ലൂ മാച്ചിങ് പ്രക്രിയ നിർബന്ധമാണ്. ഇനി നമുക്ക് ഫ്ലാറ്റ് പ്രതലത്തിൽ നീല നിറം അഥവാ ബ്ലൂ മാത്ത് എങ്ങനെ പരിശോധിക്കാമെന്ന് പഠിക്കാം. ആദ്യം ജോലിക്കുള്ള വസ്തുവും റഫറൻസ് പ്ലേറ്റും പരിശോധിച്ച് വൃത്തിയാക്കുക. അഴുക്ക് നീക്കം ചെയ്യാൻ മൃദുവായ ബ്രഷ് ഉപയോഗിക്കുകയും തുടർന്ന് റഫറൻസ് പ്ലേറ്റും ജോബും ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കുകയും ചെയ്യുക. ഒരു ചെറിയ അളവിൽ സ്പോട്ടിംഗ് മഷി റഫറൻസ് പ്ലേറ്റിൽ വെച്ച് ചെറിയ റോളർ ഉപയോഗിച്ച് അത് പൂർണ്ണമായി പരത്തുക. റഫറൻസ് പ്ലേറ്റിലെ മഷി പുരണ്ട ഭാഗത്ത് ജോബ് വെക്കുക. ഉരസൽ, തുടർന്ന് മഷി പുരട്ടിയ സ്ഥലത്തിനുള്ളിൽ ജോബ് നീക്കുക. മഷി പുരണ്ട സ്ഥലത്ത് നിന്ന് ജോബ് നീക്കം ചെയ്യുക എന്നതാണ് പ്രക്രിയയുടെ അവസാന ഘട്ടം. ഒരു ജോബിൽ ഉയർന്ന പാടുകൾ എവിടെയാണെന്ന് കൃത്യമല്ലാത്ത പ്രതീതി നൽകുന്ന ഒന്നാണ് തെറ്റായ ഉരയ്ക്കൽ. ഒരു ജോബ് റഫറൻസ് പ്ലേറ്റിൻ്റെ വശത്ത് നിന്ന് വലിക്കുമ്പോൾ സ്പോട്ടിംഗ് മഷി ചില ഭാഗങ്ങൾ ഉരസുകയും മറ്റുള്ളവയിലേക്ക് തള്ളുകയും ചെയ്യുന്നത് ഉയർന്ന പാടുകൾ എവിടെയാണെന്നുള്ള തെറ്റായ റീഡിംഗ് തരുന്നു. നമുക്കിപ്പോൾ കർവുള്ള പ്രതലങ്ങളിൽ നീല നിറം അല്ലെങ്കിൽ ബ്ലൂ മാത്ത് എങ്ങനെ പരിശോധിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജോബും മാസ്റ്റർ ഷാഫ്റ്റും വൃത്തിയാക്കുന്നതാണ് ആദ്യ ഘട്ടം. ഒരു ബ്രഷ് ഉപയോഗിച്ച് അഴുക്ക് വൃത്തിയാക്കി ഒരു തുണി കൊണ്ട് തുടയ്ക്കുക. മാസ്റ്റർ ഷാഫ്റ്റിൽ സ്പോട്ടിംഗ് മഷി പുരട്ടുകയും പ്രതലത്തിൽ റോളർ ഉപയോഗിച്ച് ഇത് പരത്തുകയും ചെയ്യുക. മഷി പുരട്ടിയ മാസ്റ്റർ ഷാഫ്റ്റ് ബെയറിങ്ങിൽ ശ്രദ്ധയോടെ വയ്ക്കുക. ബെയറിങ്ങിൽ ഷാഫ്റ്റ് കറക്കുകയും ബെയറിങ്ങിൽ നിന്ന് ഷാഫ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്യുക. കർവുള്ള പ്രതലത്തിൽ മുഴുവനും വ്യാപിച്ച നീല നിറം അല്ലെങ്കിൽ ബ്ലൂ മാത്ത് നിരീക്ഷിക്കൽ. പുനരാഖ്യാനം നമ്മൾ പഠിച്ചത്: ഫ്ലാറ്റ് പ്രതലങ്ങളിൽ നീല നിറം അല്ലെങ്കിൽ ബ്ലൂ മാത്ത് പരിശോധിക്കുക. കർവുള്ള പ്രതലങ്ങളിൽ നീല നിറം അല്ലെങ്കിൽ ബ്ലൂ മാത്ത് പരിശോധിക്കുക. ഇത് പ്രയോഗങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ സ്ക്രേപ്പിംഗ് പ്രക്രിയ നടത്തുന്നതിന് മുമ്പ് പിന്തുടരുന്ന പ്രക്രിയ. അങ്ങനെ ഇത്രയുമാണ് പരന്നതും വളഞ്ഞതുമായ പ്രതലത്തിൻ്റെ നീല നിറം അഥവാ ബ്ലൂ മാത്ത് പരിശോധിക്കുന്നതിനെ കുറിച്ചുള്ളത്. എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.